ഓക്കെ, നമ്മൾ ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണുന്നത്. നമുക്ക് കേട്ടിരുന്ന് കിട്ടിയിട്ടുള്ള 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എക്സാം ടൈം എന്ന് പറയുന്നത് 2.5 മണിക്കൂർ, മാക്സിമം മാർക്ക് 40 ആണ്. അപ്പോൾ അതിൽ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ 40യുടെ 40% 16 മാർക്ക് വേണം. അപ്പോൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാം 3 ക്രെഡിറ്റ് ആണ് ഇതിന് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുക അത്ര നല്ലതാണ്. പിന്നെ ഫസ്റ്റ് ടൈമിലുള്ള പേപ്പർ ആയതുകൊണ്ട് എത്ര എഴുതിയാലാണ് മാർക്ക് പറഞ്ഞ പോലെ 16 വരെ കിട്ടുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും എഴുതുക, നല്ല രീതിയിൽ എഴുതുക. പാർട്ടിയിൽ നോക്കി നോക്കുക, 6 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നിനും 2 മാർക്ക് വീതം. 6 into 2 12 മാർക്സ് ആണ് ഇവിടുന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മൊഡ്യൂൾ 1 എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ മൊഡ്യൂൾ 4 എന്ന് കാണാം. അപ്പോൾ മൊഡ്യൂൾ 2, 3 എല്ലാ മൊഡ്യൂളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതുക. എഴുതുമ്പോൾ വല്ല സ്കെച്ചസോ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, അതായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് വരയ്ക്കാനും മറക്കണ്ട കേട്ടോ. അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് എഴുതിക്കോളൂ. പിന്നെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ കണ്ടോ, ഇന്നോവേഷൻ്റെ ഫ്രെയിം വർക്ക് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ടുള്ളത്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് ഒരു 10 ഇന്നോവേഷൻ സ്ട്രാറ്റജി ഫ്രെയിം വർക്കുകൾ വരുന്നില്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും കേസ് സ്റ്റഡിയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നന്നായിട്ട് എഴുതാൻ പറ്റുക അത് ആദ്യം എഴുതുക. അതിൻ്റെ ശേഷം അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുതിയാലും മതി. എല്ലാം മൊഡ്യൂൾ 1 ഒരു ക്വസ്റ്റ്യൻ എഴുതണം. അപ്പോൾ മൊഡ്യൂൾ 1 2 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് അറിയാവുന്നത് എഴുതുക, അതുപോലെ മൊഡ്യൂൾ 2 നന്നായിട്ട് അറിയാവുന്നത് എഴുതുക. അങ്ങനെ എല്ലാ സെറ്റും എഴുതി കഴിഞ്ഞതിന് ശേഷം ഓർ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തോളൂ. കാരണം ഏതിലാണ് കൂടുതൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും അറ്റൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും യൂഷ്വൽ പാറ്റേണിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞാൽ മറ്റേതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവണേ. അപ്പോൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻ അതുപോലെ മാർക്കറ്റ് സെഗ്മെന്റേഷനെ പറ്റിയിട്ടാണ്. ഡെമോഗ്രാഫിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 4 കസ്റ്റമർ പ്രൊഫൈലിങ്ങിനെ പറ്റി അല്ലേ. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ്, കോമ്പറ്റേറ്റർ അനാലിസിസിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി മൊഡ്യൂൾ 2 വരുന്ന ക്വസ്റ്റ്യൻസ് ആണത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നമ്മുടെ അതാത് മൊഡ്യൂളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എല്ലാത്തിലും. അതുപോലെ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഓറായിട്ട് ഇവിടെ കണ്ടോ, ഒരു ഫുഡ് ആപ്പിൻ്റെ ബിസിനസ് പ്ലാൻ ഫ്രെയിം വർക്ക്. അപ്പോൾ എന്താണ്, ആ ഫുഡ് ഡെലിവറി ആപ്പ്, സ്വിഗ്ഗി പോലത്തെ ആപ്പിൻ്റെ ബിസിനസ് പ്ലാൻ ഫ്രെയിം വർക്കിനെ പറ്റി എഴുതാനാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 4 പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്താണ്, അതുപോലെ ആ ഒരു പ്രോസസ്സിൽ അഡ്വൈസേഴ്സിനെയും മെൻറ്റേഴ്സിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതും നമ്മുടെ ആ ക്വസ്റ്റ്യൻ നോട്ട്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയോളൂ. പിന്നെ അതിൻ്റെ ഓറായിട്ട് ലോ കോസ്റ്റ് റോബോട്ടിക് ആമിൻ്റെ ഒരു കാര്യമാണ് വരുന്നത്. ഓക്കെ, അതും നമ്മുടെ മൊഡ്യൂൾ 4 നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്തതുമാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇതിൽ പാർട്ടിയിൽ എപ്പോഴും യൂഷ്വലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നോവേഷൻ എന്താണ്, അല്ല ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ഇന്നോവേഷൻ്റെ ഒരു റോൾ എന്താണ്. അപ്പോൾ അത് ഇന്നോവേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ 1 നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്ന ഭൗതിക സ്വത്തവകാശം എന്ന് പറയുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ. അപ്പോൾ അതിൽ 2 എണ്ണമാണ് കോപ്പി റൈറ്റും പേറ്റൻറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് രണ്ടിനെ പറ്റി എഴുതി വെക്കുക. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, ലീഗൽ റിക്വയർമെൻറ്റ്സ് നമ്മളവിടെ മൊഡ്യൂൾ 1 കണ്ടു. ടീം ഡൈനാമിക്സ് അല്ലെ, ആ ടീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ടീം, ഇമ്പോർട്ടൻസ് ഓഫ് ടീമിൻ്റെ ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ആ ഭാഗത്ത് ഇതിൻ്റെ ആൻസർ ഉണ്ട്, നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ അങ്ങനെ കാണാം. ഇനി ഇതിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഫ്രെയിം വർക്ക് ഫോർ ഇന്നോവേഷൻ, ഇങ്ങനെയൊക്കെ പെയിൻ പോയിന്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതായത് മൊഡ്യൂൾ 1 നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോളാം, നമ്മൾ ഡിസ്കസും ചെയ്തതാണ് അവിടെ. പിന്നെ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, പെർസീവറൻസ്, അതുപോലെ കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ അവിടെ വരണം. മൊഡ്യൂൾ 2 ഇത് പറഞ്ഞ പോലെ വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമർ സെഗ്മെന്റേഷൻ, പേഴ്സോണ ഡെവലപ്മെന്റ്, കോമ്പറ്റേറ്റർ അനാലിസിസിന്റെ ഒരു റോൾ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്നതൊക്കെയും ആ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി മൊഡ്യൂൾ 3 ബിസിനസ് പ്ലാൻ, കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് ഓപ്പറേഷണൽ റിസ്ക് എന്നൊക്കെ പറയും. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ 4 തരം റിസ്കുകൾ വരുന്നുണ്ട് അല്ലേ. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ മാർക്കറ്റ് എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ, എലമെന്റ്സ് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഡിസ്ക്രിപ്ഷൻ തന്നെ ബിസിനസ് പ്ലാൻ. പ്രൊഡക്റ്റിനെ പറ്റി നമ്മളൊരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബിസിനസ് പ്ലാൻ എന്താണെന്നുള്ളത് എഴുതുക, അതിൽ പ്രൊഡക്റ്റ് സർവീസ് ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ.
ദെൻ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാനിന്റെ സ്റ്റെപ്സ്, പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയോളൂ കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 4 വരുമ്പോൾ ഫേസസ് ഓഫ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്, മൊഡ്യൂൾ 4 വരുന്ന പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ആണ്. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി, അപ്പോൾ ദെൻ റോൾ ഓഫ് ടെസ്റ്റിംഗ്, ഐട്രേറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, ഹെൽത്ത് സ്റ്റാർട്ടപ്പിന്റെ വാച്ചിന്റെ കേസ് പറഞ്ഞിട്ട് ഈ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിന്റെ ആൻസർ എഴുതുക, പാർട്ട് ബി ആയിട്ട് എഴുതുക, അങ്ങനെ എഴുതുക കേട്ടോ. IoT കമ്പനിയുടെ ഓട്ടോമാറ്റിക് ഹോം ഇൻസ്റ്റലേഷൻ സിസ്റ്റം. ദെൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ കണ്ടിരുന്നു, പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഇത് കോംപ്രിഹെൻഷൻ പാസേജ് പോലെ കൊടുത്തിട്ട്, അപ്പോൾ ആ കോംപ്രിഹെൻസീവ് പാസേജ് നന്നായി വായിച്ച് അതിന്റെ ചുവടെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ ചിലതിന്റെ ഉത്തരം ഡയറക്റ്റ് ഇത് വായിച്ച് അതിന്റെ ആൻസർ ഉണ്ടാവാം. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പൊ ഇതിൽ കണ്ടോ, എങ്ങനെയാണ് ഈ അവരുടെ ഐഡിയനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൊട്ടക്ട് എപ്പോഴും ഐഡിയനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ 4 തരമാണ്. അപ്പൊ ഈ ഒരു പാക്കേജിങ് പാക്ക് ഒരു പ്ലാസ്റ്റിക് ഒരു പാക്കേജിങ് സിസ്റ്റം ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, അതിന് ടെക്നോളജി ആണെങ്കിൽ പേറ്റന്റ് വെച്ചിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ കവറിന്റെ ആ ഒരു ടാഗ് ലൈൻ, അതുപോലെ കവർ, അങ്ങനത്തെ കാര്യങ്ങൾ, ലേബലൊക്കെ ആണെങ്കിൽ അത് ട്രേഡ് മാർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇതിന്റെ ഉത്തരങ്ങളും പറഞ്ഞ പോലെ ആ മൊഡ്യൂൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 അത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതില് ഇത് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫ്രെയിംവർക്ക് ഫോർ ഇന്നോവേഷൻ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ്നെസ് ഫ്രെയിംവർക്ക്, ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള 4 കാര്യങ്ങൾ കണ്ടോ, സ്ട്രാറ്റജീസ്, പേറ്റന്റ്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ആദ്യത്തെ ഡിസ്കസ് സ്ട്രാറ്റജീസ് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗം അതാണ് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് പ്രാക്ടിക്കൽ സിനാരിയോസ് വെയർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ അത് രണ്ടും ആൻസർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതണം. കാരണം ഇത് ചിലപ്പോൾ പകുതി മാർക്ക് അതിനും പകുതി മാർക്ക് ഇതിനുമായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സിനാരിയോസ് ഇറ്റ് ക്യാൻ ബി എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അതിന്റെ താഴെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോയാലോ. അപ്പൊ അങ്ങനെ 2 സെന്റൻസുകൾ ഉള്ളതും 2 സെന്റൻസിൽ നിന്ന് ചോദ്യം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ എഴുതി വെക്കാം. ദെൻ ഇവിടെ ഔട്ട്ലൈൻ പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് റിയൽ വേൾഡ് ഇഷ്യൂസ് എങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ആപ്പ് വെച്ചിട്ട് എങ്ങനെ ഫുഡ് വേസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സോഷ്യലായിട്ടുള്ള നമുക്ക് അതിന് ഡൊണേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ അല്ലെ. എങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് വരുമ്പോൾ അത് വേറെ ആൾക്കാരെ അറിയിച്ച് നമുക്ക് ആ ഫുഡ് അവിടേക്ക് എത്തിക്കാൻ, അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോളൂ. കൂടുതൽ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഒരു റിയൽ ടൈം ഫുഡ് വേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഒരു എങ്ങനെയാണ് ആ ഫുഡ് വേസ്റ്റിനെ ഇതാക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഫുഡ് വേസ്റ്റ് വരാതിരിക്കാനായിട്ട് വല്ല കമ്പനീസ്, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് മീൻസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കറക്റ്റ് കൗണ്ടൊക്കെ എടുത്തിട്ട് കൊടുക്കുക. അപ്പൊ അതിനുള്ള ഒരു പറയാ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഇനി അഥവാ വരികയാണെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം വേണം എന്നുള്ള രീതിയിൽ പലതരത്തിലും അതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതാം കേട്ടോ. ഇനി ഇവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ SWOT അനാലിസിസ്, ഇത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് അതില്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെ, ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. ദെൻ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ് പ്ലാനിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, ഈ ഓരോ കാര്യങ്ങളും ഇതും അതിൽ വെച്ചിട്ടുണ്ട്, ആൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ. വെയറബിൾ ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസിന്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ, അപ്പൊ അതിലെന്താണ്, അതിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കണം, ഹാർഡ്വെയർ എങ്ങനെയായിരിക്കണം, ക്ലൗഡ് ബേസ് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളൂ. ദെൻ മൊഡ്യൂൾ 4 ഏതെങ്കിലും ഇതേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പൊ അതിൽ ആദ്യം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എഴുതി വെക്കുക. എന്നിട്ട് അത് സ്ട്രാറ്റജീസ് ഫോർ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ 7 സ്റ്റെപ്പ് വരുന്ന ഒരു അതുണ്ടല്ലോ. ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഡിസിഷൻ മേക്കിങ്ങിന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ഇത് വേണം, മ്യൂച്വൽ ഐഡിയ ഷെയറിങ് വേണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ. നൗ പ്രോസസ് ഓഫ് കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്, ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ് എങ്ങനെയാണ് എഫക്റ്റീവ് ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും നോക്കുക, പറ്റുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുക. ഓക്കെ, അപ്പൊ അത് പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യനും എഴുതുക, പാർട്ട് ബിയിലെ നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, അണ്ടർലൈൻ ഒക്കെ ചെയ്യുക, നല്ല വൃത്തിയായിട്ട് എഴുതുക, സ്കെച്ച് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ വരയ്ക്കുക. അതിന്റെ ശേഷം പാർട്ട് ബിയിലെ
ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് അറ്റൻഡ് ചെയ്തും വെക്കാം. ഓക്കെ, 2.5 മണിക്കൂർ എക്സാം ആണ്. അപ്പം 2.5 മണിക്കൂർ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല സ്കോർ വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല മാർക്കിൽ പാസ്സാവട്ടെ കേട്ടോ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.